നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് തോന്നണേ അതിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വ്യക്തികൾ എന്ന് വെച്ചാൽ സെയിൽസ് സ്റ്റാഫ് ഒരു മെയിൻ ഘടകം തന്നെയാണ് അല്ലേ. ഇപ്പം നമുക്ക് എത്ര നല്ലൊരു പിന്നെ ഓണേഴ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്കി സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തണമെങ്കിൽ സെയിൽസ് സ്റ്റാഫ് നല്ല ടീം, ആ സെയിൽസ് സ്റ്റാഫിന്റെ ടീംസ് നല്ല സെറ്റ് ആയിരിക്കണം. അവരെ ആ പെർഫോമൻസിലായിരിക്കും അധികം എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വന്ന് വരിക, അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാക്കണമെങ്കിലൊക്കെ ആ ഒരു ഡീലിങ്സ് നല്ല കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പം പല സ്ഥാപനങ്ങളിലും നമ്മൾ പോയിന്റ് വെച്ചാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാറില്ലേ. ചില സ്ഥലങ്ങളിലൊക്കെ പോയിന്റ് വെച്ചാൽ ഒരു മൈൻഡും ഉണ്ടാവില്ല. ഓണേഴ്സ് ഒക്കെ വളരെ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, ബാക്കിയെല്ലാവരും സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി പോയാൽ അവിടുത്തെ അവരുടെ ഒരു മുഖം ഓക്കെ അല്ലെങ്കിൽ നമ്മളോടൊരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത് വെച്ചാൽ നമുക്കത് അവിടുന്ന് ആ സാധനം പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ചിലപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആയിരിക്കും, ചിലപ്പോൾ നല്ല വിലക്കുറവുള്ള ഐറ്റംസും ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യും, ഒരു ഒരു തൃപ്തി തോന്നില്ല അവിടുന്ന് സാധനം എടുക്കണമെങ്കിൽ. അതേ സ്ഥാനത്ത് കുറച്ച് റേറ്റ് അത്ര ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും അവിടുത്തെ സ്റ്റാഫ് നല്ല അടിപൊളിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പ്രാവശ്യം അവിടേക്ക് തന്നെ ചെല്ലും. എന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ പറയും, അന്നത്തെ സാധനം അത്ര കൊള്ളില്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കേണ്ടിന്ന് പറയും. കാരണം അവർക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ നമ്മൾ ബിസിനസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സെയിൽസ് സ്റ്റാഫ് എന്തായിരിക്കണം, നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം. അവരോട് അത്രയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സംസാരിച്ച് അവർ കയ്യിലെടുക്കാൻ പറ്റണം. ഇപ്പൊ പല കസ്റ്റമേഴ്സും പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ചില ആൾക്കാർക്ക് ഓവർ സംസാരിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ചില കസ്റ്റമേഴ്സിനാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുക. അപ്പം നമുക്ക് എല്ലാവരോടും ഒരേപോലെ പെരുമാറാനും പറ്റില്ല. അപ്പം കണ്ടറിഞ്ഞ് അതൊക്കെ ഓരോ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ അങ്ങനെ സെയിൽസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊക്കെ എങ്ങനെ ആ കസ്റ്റമേഴ്സിനെ, ഏതൊരു കസ്റ്റമേഴ്സിനെ കൈ കിട്ടിയാലും അവരെ നല്ല ഹാപ്പി ആക്കി വിടാനും മാക്സിമം നമ്മുടെ സാധനങ്ങൾ അവരെ കൊണ്ട് എടുപ്പിക്കാനും പിന്നീട് തിരിച്ച് പിന്നെയും അവരിങ്ങോട്ട് വരാനും, അല്ലെങ്കിൽ അവർക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് അല്ലെ അവിടെ നല്ലതാണ് എന്ന് പറഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരെ പറഞ്ഞയക്കാൻ പറ്റണം. അപ്പം എനിക്ക് തോന്നുന്ന ഒരു ബിസിനസ്സിൽ മെയിൻ ആയിട്ടും സെയിൽസ് സ്റ്റാഫിന് നല്ലൊരു തരം ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട് എന്നുണ്ട്.